RirisKitchen എല്ലാവർക്കും സുഖാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ഗുലാബ് ജാമുനാണ്. നമ്മുടെ സാധാരണ ഗുലാബ് ജാമുനല്ല, ഇത് ഡ്രൈ ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഗുലാബ് ജാമുൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓണാക്കി കൊടുക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പഞ്ചസാര നല്ലപോലെ ഒന്ന് ഡിസോൾവ് ആവുന്ന വരെ ഇത് നമുക്ക് ബോയിൽ ചെയ്യാം. നമ്മുടെ വെള്ളം ഇപ്പോൾ നല്ലോണം ഒന്ന് തിളയ്ക്കണം. നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലോണം പഞ്ചസാരയെല്ലാം നല്ലപോലെ ഒന്ന് ഡിസോൾവ് ആവണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ഏലക്കയും കൂടെ ചേർക്കുകയാണ്. ഞാൻ 2 ഏലക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലോണം ബോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ജാമുൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഒരു കപ്പ് അളവിൽ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ മൈദയാണ്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ നെയ്യ്, ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഞാൻ തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യണം. ഞാൻ ഒരല്പം പാൽ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കയ്യിൽ ഒരല്പം നെയ്യ് പുരട്ടി നല്ലോണം ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ ഒരു ചെറു ചൂടുള്ള പാൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പമായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു മാവ് കുഴച്ച് എടുക്കാം. അല്പമായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് നമ്മുടെ മാവിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസ് ആയിട്ട് എടുക്കാം നമുക്ക്. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ബോളായിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം ഞാനിവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുക്കുക. നമുക്ക് 2 സൈഡ് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത്രയും മതി. ഇതുപോലെ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ ബോൾസും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമ്മുടെ ഷുഗർ സിറപ്പ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാണ്. അപ്പോൾ ചൂടായിട്ട് ഇങ്ങനെ ഷുഗർ സിറപ്പിലേക്ക് ചൂടോടുകൂടി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയ തീയിലൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയാണ് ഞാൻ. ഈ സമയം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ജാമുൻസ് എല്ലാം നമുക്ക് ഈ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം.
നല്ല പോലെ ഒന്ന് ഇതൊന്ന് ഡിപ്പായി കിടക്കണം. ഇനി നമുക്ക് നമ്മുടെ തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഓരോ ജാമുൻസ് എടുത്തിട്ട്, ഇത് ഞാനിവിടെ കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ്, കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. ഇതേപോലെ എല്ലാ ജാമുൻസും നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ ജാമുൻസും റോൾ ചെയ്തെടുക്കാം. അപ്പം ബാക്കിയുള്ള ബോൾസും ഞാൻ റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രൈ ആയിട്ടിരിക്കുന്ന ഗുലാബ് ജാമുനാണ്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.